ഹായ് മക്കളെ, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്കൊരു 14-മത്തോ 15-മത്തോ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിന്നൊന്നും വിചാരിക്കുന്നില്ല. എൻ്റെ ഒരു ഊഹാബോധമാണ്, അതിലപ്പുറം മറ്റൊന്നുമില്ല. നോക്കണം, നമുക്ക് ഒരു 14, 15, 16 അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. നോക്കിയാലേ നമുക്ക് ഏതൊക്കെയാണെന്നുള്ള 7-മത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിസ്റ്ററിയിലെ. ഒന്നാമത്തെ നമ്മുടെ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട്, അതായത് ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്, അതായത് നമ്മുടെ സംസ്ഥാന പുനഃസംഘടന. സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു, നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള. അങ്ങനെ ആ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ആ വിവിധ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, വിവിധ ഘട്ടങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുക. ആ സ്റ്റെപ്പുകൾ ഒരു 5 സ്റ്റെപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ അതിന് ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എസ്കേദർ കമ്മിറ്റി, പിന്നെ അതുപോലെ തന്നെ JVP കമ്മിറ്റി ഉണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ പോറ്റി ശ്രീരാമലു തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ടൊരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 1953 ആദ്യമായിട്ട് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റേറ്റ് ഉണ്ടാവണം. അതിൻ്റെ പേരാണ് ആന്ധ്ര എന്ന് പറയുന്നത്. വീണ്ടും ഫസൽ അലി കമ്മീഷനും HN കുൻസ്റും പിന്നെ അതുപോലത്തെ KM പണിക്കറി ഇവരൊക്കെ കൂടിയുള്ള ഒരു കമ്മിറ്റി വന്നു. അങ്ങനെ 1956 നവംബർ 1 14 സ്റ്റേറ്റുകൾ ഫോം ചെയ്യുകയാണ്. അതിലൊരാളാണ് ആര്? നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പുകളാണ് മക്കളെ വരേണ്ടത്. ഇത് ഞാൻ ഷോർട്ടാക്കിയിട്ട് മക്കൾക്ക് മനസ്സിലാക്കി തന്ന ഈ പോയിന്റുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം കണ്ടന്റുകളുമായി മാർക്കാവാനായി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ എക്കോണമി എല്ലാ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടും ഈ സംഭവം മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന്, ഇന്ത്യൻ എക്കോണമി സ്ട്രെങ്ത്, അതായത് ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയാണ് റോൾ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒന്ന്, ജവഹർലാൽ നെഹ്റു ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഇതുപോലെയുള്ള പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ ചെയ്ത മറ്റൊരു സംഭവമായിരുന്നു, എന്തിന് പ്രാധാന്യം കൊടുത്തു? പൊതുമേഖലക്ക്, അതായത് മിക്സ്ഡ് ഫാമിംഗ് മെത്തേഡ് കേട്ടോ. മിക്സ്ഡ് ഫാമിംഗ് മെത്തേഡ് എന്ന് പറയേണ്ട, അത് 7ാം ക്ലാസ്സിലാണ്. മിക്സ്ഡ് എക്കണോമി കേട്ടോ. അതാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിശ്ര സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയും. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ മക്കൾ എന്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത്? കൃഷിക്കായിരുന്നു, അഗ്രികൾച്ചറിനായിരുന്നു. അപ്പോൾ കൃഷിക്കായതുകൊണ്ട് തന്നെ അതിനെന്ത് വേണം? വെള്ളം വേണം. അതാണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന പദ്ധതി. അപ്പോൾ വെള്ളം എവിടുന്ന് കിട്ടും? അതിന് ഡാം ഉണ്ടാക്കി. ആ ഡാമിൻ്റെ കുറച്ച് പേരുകൾ പറയുമോ? അതാണ് ബക്രാനങ്കൽ പ്രൊജക്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ സെക്കൻഡ് 5 ഇയർ പ്ലാൻസ് ഉണ്ട്, അത് അൺഎംപ്ലോയ്മെൻറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റുകൾ, അതായത് ഫോറിൻ കൺട്രീസിൻ്റെ ഹെൽപ്പോട് കൂടി എന്തുണ്ടാക്കി? വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഉണ്ടാക്കി. സാർ, ആ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമോ? മേ ബി ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ടേബിൾ എന്തായിരിക്കണം? കൃത്യമായിട്ട് മക്കൾ നോക്കി വെക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, നമ്മുടെ കമ്മീഷൻ, എഡ്യൂക്കേഷൻ കമ്മീഷൻ, എല്ലാ പ്രാവശ്യങ്ങളിലും അത് നേരെ എല്ലാ ടേബിളും കൂടി മുഴുവനായിട്ട് ചോദിക്കില്ല കേട്ടോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, അത് നിങ്ങൾ ഇയർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യങ്ങളിലൊക്കെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തായിരിക്കും? ഇത് ചോദിക്കും. പക്ഷേ അല്ലാത്ത പക്ഷേ നിങ്ങളോട് ചോദിക്കും കമ്മീഷൻ ഏതാണ്, പിന്നെ അതുപോലെ തന്നെ ഏത് ഏരിയക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്? ഫോക്കസ് കൊടുക്കുന്നത്, അതായത് ഏത് ഭാഗത്തിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, രാധാകൃഷ്ണൻ കമ്മീഷൻ, അത് ഏതിനാണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, അതായത് സർവകലാശാല പഠനത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതേപോലെ മക്കൾ എന്ത് ചെയ്യണം? ഏറ്റവും ഊന്നൽ നൽകിയ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നോക്കണം കേട്ടോ. ഇനി അടുത്തതാണ് നമ്മൾ ഇതിൽ ഒരു ക്രിസ്മസ് എക്സാം 2025 ക്രിസ്മസ് എക്സാമിന് ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അതായത് സ്വതന്ത്ര ഇന്ത്യ കൈവരിച്ച ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ. അതായത് ഒന്നല്ലെങ്കിൽ എന്തായിരിക്കും? സയൻസ് ആയിരിക്കും ചോദിക്കുക, സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലെങ്കിൽ സ്പേസ് റിസർച്ച്. ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കും. നോക്കാം മക്കളെ, ഒന്ന് സയൻസിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ മക്കളെ, നമ്മൾ പറയുന്ന IIT-കൾ, NIV, ബാഗ്സ്, എയിംസ്, പിന്നെ IIM ഇതൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി നോക്കുമ്പോൾ ഈ സ്പേസിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ISR ഫോം ചെയ്ത കാര്യങ്ങൾ, സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെൻറ്റർ, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ അടിപൊളിയാവാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കാണിച്ചു കൂട്ടിയെന്നല്ല, ആദ്യത്തെ കൃത്രിമോപഗ്രഹം, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, ആര്യഭട്ട. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ എന്ത് ചെയ്യണം? മക്കൾ നോക്കി വെക്കണം കേട്ടോ. ആര്യഭട്ട, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയാം ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 അങ്ങനത്തെ ദൗത്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഗഗൻയാൻ പ്രൊജക്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യണം? മക്കൾ നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് സ്പേസിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടെ, ബഹിരാകാശത്തിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് 2 കാര്യങ്ങളാണ് നമ്മുടെ ഫോറിൻ പോളിസി, വിദേശ നയത്തിൻ്റെ ആർക്കിടെക്റ്റ്, ശില്പി ആരാണ് മക്കളെ? ജവഹർലാൽ നെഹ്റു ആണ്. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഫോറിൻ പോളിസിയുടെ
ശില്പി എന്ന് പറയാം വിദേശ നയത്തിൻ്റെ. ആ വിദേശ നയങ്ങൾ ഏതൊക്കെയാണ്? 5 ഉണ്ടായിരിക്കും. ഒന്ന് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് കൊളോണിയലിസം, അതായത് നമ്മൾ കോളനിവൽക്കരണത്തോടും പിന്നെ വർണ്ണവിഭജനത്തോടൊക്കെ എന്ത് ചെയ്യാൻ അതൊക്കെ എതിർപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നോൺ അലൈൻഡ് പോളിസി, ചേരായ്മ, അങ്ങനത്തെ ഒരു 5 കാര്യങ്ങളില്ലേ. ഇതെന്തായാലും മക്കൾ പഠിച്ചേക്കണം. ഇന്ത്യൻ ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശ നയങ്ങൾ. അതിൽ തന്നെ ലാസ്റ്റ് പറയുന്ന ഒന്നുണ്ട്, പഞ്ചശീല തത്വങ്ങൾ. ആ പഞ്ചശീല തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. അത് ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ചൗ എൻ ലായും നമ്മളും, അതായത് ജവഹർലാൽ നെഹ്റുവും കൂടി 1954 ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റാണ്, ഒരു കരാറാണെന്ന് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കുക. ഒരു കരാറാണെന്ന് മക്കൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് 5 കാര്യങ്ങൾ. മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, അവരവരുടെ അതിർത്തിയും പരമാധികാരവും റെസ്പെക്ട് ചെയ്യുക, നോൺ അഗ്രഷൻ, ആക്രമിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു 5 കാര്യങ്ങളില്ലേ, അത് മക്കൾ പഠിച്ചേക്കണം. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ മക്കൾ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമെന്നല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇട്ട് തന്നിട്ടുള്ളത്. സെറ്റല്ലേ മക്കളെ? ഹാപ്പി അല്ലേ? അപ്പോൾ ക്രിസ്മസ് എക്സാം തൂക്കിയെടുക്കണം നമുക്ക്.